ഫ്രണ്ട്സ്, നമ്മുടെ ചെന്നൈയിൽ സ്ഥിതി ചെയ്യുന്ന CSIR സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വിവിധ ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള, അതായത് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കീഴിലാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് BE or BTech, BSc അങ്ങനെ തുടങ്ങിയിട്ട് വിവിധ ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓഫ്ലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയാം. അതായത് നമ്മൾ ഇതിലേക്ക് ഇൻ്റർവ്യൂ, റിട്ടൺ ടെസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതലായിട്ടും വാച്ച് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കൂടുതലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ടൊക്കെ ഒന്ന് കൂടുമ്പോൾ നമുക്കൊരു സന്തോഷമാവും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്കിവിടെ കാണാം CSIR സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 30/5 നോട്ടിഫിക്കേഷൻ വന്നത് തമിഴ്നാട് ചെന്നൈയും കൂടെ കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ വന്നിരിക്കുന്ന പോസ്റ്റുകളും എലിജിബിലിറ്റിയാണ് നമ്മൾ ഓരോന്ന് നോക്കുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാം ഒരുപാട് കാറ്റഗറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനെല്ലാം ഓരോന്നായിട്ട് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഓരോ ഓർഡറിൽ തന്നെ പറയാം. ഒന്നാമത്തെ സീരിയൽ നമ്പർ ഇവിടെ കാണാം. സയൻറ്റിഫിക് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് ആണ്, ഒരു വേക്കൻസിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഒരു IT ആണ്. അത് IT-ലോ അല്ലെങ്കിൽ അതായത് ഇൻഫർമേഷൻ ടെക്നോളജിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിലോ ഒരു ബിരുദമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. 31/3/2025 വരെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു പോസ്റ്റിംഗ് കാലാവധി കേട്ടോ. നമുക്ക് ഇതുവരെ നമുക്ക് വർക്ക് ചെയ്യാം. 2025 മാർച്ച് 31 വരെ നിങ്ങൾക്ക് ജോലി ചെയ്യാം. ജോലി കിട്ടിയാൽ 18,000 പ്ലസ് HR ഉണ്ടായിരിക്കും. 50 വയസ്സ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോസ്റ്റിലേക്ക് കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആരാന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ സയൻസ് ഒരു IT-ൽ BE or BTech കഴിഞ്ഞവരൊക്കെ അപ്ലൈ ചെയ്യാം. ഇനി ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ നിങ്ങൾ ജസ്റ്റ് എന്താണ് BSc ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി ഇവിടെ പ്രൊജക്റ്റ് അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി DMLT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ബാച്ചിലർ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അതായത് BMLT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. DMLT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, BMLT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. യാതൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. പ്രൊജക്റ്റ് കാലാവധി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 20,000 പ്ലസ് HR ആണ്. 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് BSc ബയോകെമിസ്ട്രി കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഈ പറയുന്ന പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി ഉണ്ട്, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതിനടുത്തത് പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് 5 പൊസിഷൻ ഉണ്ട്. 5 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫിസിക്സിൽ BSc അതായത് ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ ഫിസിക്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന BSc സ്പോർട്സ് ബയോ മെക്കാനിക്സ് ആൻഡ് കിനേസിയോളജി അതല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഒരു വർഷമാണ് എൻ്റെ കാലാവധി ഉണ്ടായിരിക്കുക. 20,000 പ്ലസ് HR കിട്ടും. 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് BSc or BA ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BA ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ പ്രോസ്തീസിസ് ആൻഡ് ഓർത്തോസിസ് കഴിഞ്ഞവർക്കാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതൊന്നും യാതൊരു എക്സ്പീരിയൻസും വേണ്ട. ദെൻ പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് 2 വേക്കൻസിയാണ്. ഇതിൽ BSc ഇൻ ബയോകെമിസ്ട്രി അല്ലെങ്കിൽ ബയോടെക്നോളജി അല്ലെങ്കിൽ സുവോളജി അല്ലെങ്കിൽ മെഡിക്കൽ ബയോകെമിസ്ട്രി അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയുള്ള ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഓഫ് സയൻസ് കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഒരു വർഷമാണ് നിങ്ങൾക്ക് കാലാവധി ഉണ്ടായിരിക്കുക. 20,000 പ്ലസ് HR കിട്ടും. 50 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് 3 വേക്കൻസി ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് 3 ഇയർ ഡിപ്ലോമ ഇൻ ലെതർ ടെക്നോളജി കഴിഞ്ഞവരാണെങ്കിൽ അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒരു വർഷമാണ് കാലാവധി. 20,000 പ്ലസ് HR കിട്ടും. 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് അടുത്തൊരു വേക്കൻസി വന്നിരിക്കുന്നത് നമുക്ക് BSc ഇൻ സുവോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി കഴിഞ്ഞവർക്കാണ്. 31/3/2025 ഈ കാലാവധി ഉണ്ടായിരിക്കുക. 20,000 പ്ലസ് HR ഉണ്ടായിരിക്കും. 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിനടുത്ത് പ്രൊജക്റ്റ് അസോസിയേറ്റ് 1 നിങ്ങൾക്ക് 2 പൊസിഷൻ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ലെതർ ടെക്നോളജിയിലോ ബയോടെക്നോളജിയിലോ BE or BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 25,000 പ്ലസ് HR ഉണ്ടായിരിക്കും. 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് നിങ്ങൾക്ക് പ്രൊജക്റ്റ് അസോസിയേറ്റ് നിങ്ങൾക്ക് 2 വേക്കൻസിയാണ്. ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ലെതർ ടെക്നോളജി അല്ലെങ്കിൽ ബയോടെക്നോളജിയിലുള്ള BE or BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് MSc ബയോടെക്നോളജി കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, 25,000 പ്ലസ് HR, 35 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിനടുത്ത് പ്രൊജക്റ്റ് അസോസിയേറ്റ് 2 വേക്കൻസിയാണ്. ഇതിൽ നിങ്ങൾക്ക് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് പറയുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ BE or BTech കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. 31,000 പ്ലസ് HR ഉണ്ടായിരിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് ഈ പറയുന്ന സ്പോർട്സ് ആൻഡ് ബയോമെക്കാനിക്സ് ആൻഡ് കിനസിയോളജിയിൽ MSc കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. മാസ്റ്റർ ഓഫ് സയൻസ് കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിസിയോതെറാപ്പിയിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. ഈ പറയുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനിലേക്ക് 2 വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് CSIR UGC നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ് ഒക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് 31,000 പ്ലസ് HR ആണ് പെർ മന്ത് ലഭിക്കുക. അതല്ലാത്ത ഉദ്യോഗാർത്ഥികളുണ്ടാവുമല്ലോ ഈ പറയുന്ന CSIR UGC നെറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗേറ്റ് ഒന്നും ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് 25,000 പ്ലസ് ആണ് ലഭിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ CSIR UGC നെറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായുള്ള ബെനിഫിറ്റ് കിട്ടും കേട്ടോ. 31,000 കിട്ടും. മറ്റവർക്ക് 25,000 പ്ലസ് HR ഉണ്ടായിരിക്കാം.
ഓക്കെ. ദെൻ പ്രൊജക്റ്റ് അസോസിയേറ്റ് നിങ്ങൾക്ക് ഒരു വേക്കൻസി ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് MSc ഇൻ കെമിസ്ട്രി അല്ലെങ്കിൽ കെമിക്കൽ സയൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രി അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി അല്ലെങ്കിൽ ഇനോർഗാനിക് കെമിസ്ട്രി അല്ലെങ്കിൽ അനലിറ്റിക്കൽ കെമിസ്ട്രി പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് MSc ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഒരു വർഷമാണ് ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ ഉണ്ടായിരിക്കും. 27,000 പ്ലസ് HR 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത പ്രൊജക്റ്റ് അസോസിയേറ്റിൽ 2 വേക്കൻസി ഇതിലുണ്ട്. MSc ഇൻ കെമിസ്ട്രി മൈക്രോബയോളജി ഇതിലേതെങ്കിലും കഴിഞ്ഞു ഒന്നെങ്കിൽ MSc കെമിസ്ട്രി അല്ലെങ്കിൽ മൈക്രോബയോളജി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിലോ നിങ്ങൾ BA or BTech കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. 27,000 പ്ലസ് HR 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിനൊന്നും എക്സ്പീരിയൻസ് വേണ്ട, എല്ലാത്തിനും ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം കേട്ടോ. ദെൻ പ്രൊജക്റ്റ് അസോസിയേറ്റ് ഒരു വേക്കൻസിയാണ്. ഇതിൽ നിങ്ങൾക്ക് ലെതർ ടെക്നോളജിയിൽ BA or BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഒരു വർഷം ടൈം ഡ്യൂറേഷൻ ഉണ്ടായിരിക്കും. 27,000 പ്ലസ് HR 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിനടുത്ത് പ്രൊജക്റ്റ് അസോസിയേറ്റ് ഒരു വേക്കൻസിയാണ്. ഇതിലേക്ക് BTech നാനോ ടെക്നോളജിയോ അതല്ലെങ്കിൽ MSc നാനോ ടെക്നോളജിയോ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 26,000 പ്ലസ് HR 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. പ്രൊജക്റ്റ് അസോസിയേറ്റ് ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് MSc ബയോ കെമിസ്ട്രിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബയോ ടെക്നോളജി അല്ലെങ്കിൽ സുവോളജി അല്ലെങ്കിൽ മെഡിക്കൽ ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ MSc മാസ്റ്റർ ഓഫ് സയൻസ് കഴിഞ്ഞവരോ ഇനി അതല്ല നിങ്ങൾക്ക് ഈ പറയുന്ന ബയോ ടെക്നോളജിയിലോ അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് BA or BTech കഴിഞ്ഞവരാണെങ്കിലും അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാം. 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 27,000 പ്ലസ് HR ലഭിക്കും. ഇതിനടുത്ത് നമുക്ക് JRF ആണ്, ജൂനിയർ റിസർച്ച്. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് MSc ഇൻ കെമിസ്ട്രി ആണ്. അത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ലിസ്റ്റ് ചെയ്തതിന് ജനറൽ ഓർഗാനിക് അല്ലെങ്കിൽ നാനോ ടെക്നോളജി പോളിമർ സയൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസ് ഇനോർഗാനിക് ഫിസിക്കൽ അനലിറ്റിക്കൽ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് CSER UGC നെറ്റിൻ്റെ അടിസ്ഥാനത്തിലോ ഗേറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കേട്ടോ. അപ്പോൾ JRFിലേക്ക് മാത്രമാണ് ഈ പറയുന്ന CSER UGC നെറ്റും ഗേറ്റും നിർബന്ധമാണ് കേട്ടോ. ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറയുന്ന JRFിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് എന്താണ് നെറ്റ് വേണം അല്ലെങ്കിൽ ഗേറ്റ് വേണം കേട്ടോ. ഇങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വഴിയായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ ഉണ്ടായിരിക്കുക, റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ JRFിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് കേട്ടോ. അപ്പോൾ അത് ഒരു വർഷമായിരിക്കും. 30,000 പ്ലസ് HR കിട്ടും. 28 ഏജ് ലിമിറ്റ് വരുന്നത്. ദെൻ അടുത്തത് വരുന്നത് നമുക്ക് JRFിൽ തന്നെ മറ്റൊരു പൊസിഷൻ വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് MSc കെമിസ്ട്രി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലും നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ് അടിസ്ഥാനത്തിലായിരിക്കും. ഇതിലേക്ക് നമുക്ക് 30,000 പ്ലസ് HR 28 ഏജ് ലിമിറ്റ് ഇതിലും വരുന്നത്. ഇതിന് അടുത്ത സീനിയർ പ്രൊജക്ട് അസോസിയേറ്റ് ആണ് ഒരു വേക്കൻസി. അപ്പോൾ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡോക്ടറൽ ഡിഗ്രിയാണ്. അത് നിങ്ങൾക്ക് PhD ഒക്കെ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാതെ. കെമിക്കൽ എഞ്ചിനീയറിംഗ് കെമിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കെമിസ്ട്രിയിലൊക്കെ അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 42,000 പ്ലസ് HR 40 വയസ്സാണ് ഇതിലേക്ക് ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇങ്ങനെയുള്ള ഈ പറയുന്ന സീനിയർ പ്രൊജക്ട് അസോസിയേറ്റിലേക്ക് നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടാവില്ല, ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. അപ്പോൾ JRFിലേക്കും ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും കേട്ടോ. അത് ഈ പറയുന്ന നെറ്റ് അല്ലെങ്കിൽ ഗേറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അതിലേക്ക് ഉദ്യോഗാർത്ഥികളെ എടുക്കാം. ഇതിനടുത്ത് പ്രിൻസിപ്പൽ പ്രൊജക്ട് അസോസിയേറ്റ്. ഇതിലേക്ക് BA or BTech ഇൻ ലെതർ ടെക്നോളജി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. വിത്ത് 8 ഇയർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണം കേട്ടോ. 8 വർഷം 49 പ്ലസ് HR കിട്ടും. ദെൻ നിങ്ങൾക്ക് റിസർച്ച് അസോസിയേറ്റ്. ഇതിൽ നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. MTech ഇൻ ലെതർ ടെക്നോളജി ആയിരിക്കണം എന്നുള്ളതാണ്. 58,000 പ്ലസ് HR 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയും 19 നിങ്ങൾക്ക് സീരിയൽ നമ്പർ കാണാം. 19 ആണ് സീരിയൽ നമ്പർ ലാസ്റ്റ് വന്നെങ്കിൽ. അപ്പോൾ ഇത്രയും വേക്കൻസിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ 1, 2, 3 വേക്കൻസികളൊക്കെയാണ് ഉണ്ടായിരിക്കുക. അതായത് ഓരോന്നിലും 1, 2, 3 വേക്കൻസിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് പേയ്മെൻ്റ് ഒക്കെ കൺസൾട്ടേറ്റ് പേയ്മെൻറ്റ് നമുക്ക് അത്യാവശ്യം ഉണ്ട്. പിന്നെ അതല്ല ഇതൊക്കെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ CVയിലൊക്കെ കൊള്ളിക്കാനും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് മറ്റു കമ്പനികളിലൊക്കെ കയറാനൊക്കെ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മോഡ് ഓഫ് സെലക്ഷൻ ആണ്, റിട്ടൺ ടെസ്റ്റ് ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. JRF സീനിയർ പ്രൊജക്ട് അസോസിയേറ്റ്, റിസർച്ച് അസോസിയേറ്റ്, ഈ 3 കാറ്റഗറിയിലേക്കും അപ്ലൈ ചെയ്യുന്നവർക്ക് എന്തില്ല, റിട്ടൺ ടെസ്റ്റ് ഇല്ല കേട്ടോ. ഓക്കെ, ബാക്കിയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എന്തുണ്ട്, റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ പറയുന്ന JRFിന് റിട്ടൺ ടെസ്റ്റ് ഇല്ല, സീനിയർ പ്രൊജക്ട് അസോസിയേറ്റിന് റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കില്ല, റിസർച്ച് അസോസിയേറ്റിനും റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവില്ല. ബാക്കി എല്ലാ പോസ്റ്റിനും റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് നമ്മുടെ റെലവൻ്റ് ആയിട്ടുള്ള ഡിസിപ്ലിനുമായി സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാകും. പിന്നെ ജനറൽ അവയർനെസ്, ജനറൽ ഇൻ്റലിജൻസ്, പിന്നെ ഇംഗ്ലീഷ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരും. 50 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിൻ്റെ ഡേറ്റ് ആൻഡ് ടൈം ഓഫ് വെന്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ 12/6/2024 എക്സാം ഉണ്ടായിരിക്കുക. 10 മുതൽ 10:45. അതിൻ്റെ വെന്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് കാണാം. ട്രിപ്പിൾ ഹെലിക്സ് ഓഡിറ്റോറിയം CLRയുടെ അവിടെയുള്ളൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കും കേട്ടോ, ചെന്നൈയിൽ. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് പോകണം. ഇനി അടുത്തത് ഈ ഡേറ്റ് ആണ് പോകേണ്ടത് നിങ്ങൾ 12/6/2024. ഇനി അടുത്ത സ്റ്റേജ് 2 ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരിക്കുക സ്റ്റേജ് 2. അപ്പോൾ റിട്ടൺ എക്സാമിനേഷൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഇൻ്റർവ്യൂവിന് വിളിക്കും. ഓക്കെ, ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 12/6/2024 എക്സാം എങ്കിൽ പിറ്റേന്ന് തന്നെ ഇൻ്റർവ്യൂ ആണ് 13/6. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ അവിടെ സ്റ്റേ ചെയ്യുന്ന രീതിയിലൊക്കെ പോകേണ്ടി വരുന്നതാണ് മനസ്സിലാക്കുന്നത്. 13ഉം 14ഉം ആയിട്ടാണ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് ഉണ്ടാകുക കേട്ടോ. ഈ ഡേറ്റിൽ നമ്മൾ 9 മുതൽ അവിടെ എത്തണം എന്നുള്ളതാണ്. നമ്മൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നമ്മൾ അവർ കോൺടാക്ട് ചെയ്യുമായിരിക്കും. ഓക്കെ, അങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ പറയുന്ന JRF അതുപോലെ സീനിയർ പ്രൊജക്ട് അസോസിയേറ്റ്, റിസർച്ച് അസോസിയേറ്റ് ആണെങ്കിൽ അവർക്ക് നേരെ സ്റ്റേജ് 2ലേക്കാണ് അവർക്ക് അപ്പിയർ ചെയ്യേണ്ടത്. ബാക്കിയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്റ്റേജ് 1 ഉണ്ടാകുകയും സ്റ്റേജ് 2 ഉണ്ടായിരിക്കും. ഓക്കെ, മനസ്സിലാണെന്ന് വിചാരിക്കുന്നു.
ഇതിനടുത്ത് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഇത് കാര്യങ്ങൾ തന്നെയാണ്. ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റ് JRF സീനിയർ പ്രൊജക്ട് അസോസിയേറ്റ് റിസർച്ച് അസോസിയേറ്റ് അവർക്ക് യാതൊരു എക്സാമും ഉണ്ടാവില്ല. നേരെ അവരെന്തെയും ഇൻ്റർവ്യൂവിലേക്കാണ് സെലക്ട് ആവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്ലിക്കേഷൻ ഫോമിൻ്റെ കാര്യങ്ങളാണ്. അപ്ലിക്കേഷൻ ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. അത് നമ്മൾ ഫില്ല് ചെയ്യണം. അത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ആവശ്യമുള്ള എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ഫോട്ടോസ്റ്റാറ്റും വെച്ച് നമ്മൾ റിട്ടൺ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി, നമ്മുടെ ഏജ് ലിമിറ്റ് തെളിയിക്കുന്ന SSLC ബുക്ക്, പിന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ്, എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മുടെ കയ്യിൽ വെക്കുക കേട്ടോ. ഓക്കെ, അതിൻ്റെയൊക്കെ സെൽഫ് അറ്റസ്റ്റ് ഫോട്ടോ കോപ്പി നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. എല്ലാത്തിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ഒരു ഫോട്ടോ ID കാർഡ്, ആധാർ കാർഡോ വോട്ടർ ID ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ കയ്യിൽ വേണം. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും വേണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഒന്നും അപ്ലൈ ചെയ്യേണ്ട. നമുക്ക് എന്താണ് ഒരു ആപ്ലിക്കേഷൻ ഫോം ഞാൻ കാണിക്കാം. ആ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാട്ട് ഫില്ല് ചെയ്യാം വീട്ടിലിരുന്നിട്ട്. അത് ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്താണോ, നമ്മുടെ SSLCയുടെ, അതുപോലെ നമുക്ക് കാസ്റ്റ്, SSC, SC ST OBC ഇങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിനുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം അതിൻ്റെ കൂടെ വെച്ചാൽ അതിൻ്റെതായ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും. ഓക്കെ, ഇതൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സെൽഫ് അറ്റസ്റ്റ് ഫോട്ടോ കോപ്പി വെക്കണം. നമ്മുടെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫോം ഇതായിട്ട് നമ്മൾ റിട്ടൺ ടെസ്റ്റിന് പോകുന്നവർ റിട്ടൺ ടെസ്റ്റിൻ്റെ കൂടെ കൊണ്ടുപോകുക. ഇനി ഡയറക്റ്റ് ഇൻ്റർവ്യൂവിന് പോകുന്നവരാണെങ്കിൽ അവരെന്ത് ചെയ്യുക, ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുക. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. പിന്നെ ഏതെങ്കിലും ഒരു ഫോട്ടോ ID ഉണ്ടായിരിക്കണം ഗവൺമെൻറ്. പിന്നെ അതോടൊപ്പം തന്നെ അതായത് വോട്ടർ ID, ആധാർ കാർഡോ ലൈസൻസോ ഏതെങ്കിലും മതി. ഇനി അതല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ 2 പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫും വേണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇനി ഇതിലേക്കുള്ള ആപ്ലിക്കേഷൻ ഫോം എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഞാൻ കാണിക്കാം. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ആവുമെന്ന് പറഞ്ഞാൽ ഞാൻ ലിങ്ക് തരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ ഈ ഒരു പേജിലേക്കാണ് വരിക. കൂടെ കാണാം GOCLG നമ്മുടെ പേജാണ്. കൂടെ കാണാം CSER എന്ന് പറഞ്ഞിട്ട് കാണാം, CLRI റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിട്ട് താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക. നിങ്ങൾ താഴെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും ഏറ്റവും താഴെയായിട്ട് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കാണാൻ പറ്റും. ഇവിടെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഓക്കെ, ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കാം. ഇവിടെ നമ്മളൊരു പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കണം. ഏത് പോസ്റ്റിനാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ, ആ പോസ്റ്റിൻ്റെ പേര്, പ്രൊജക്റ്റ് കോഡ്, ആ ഒരു പ്രൊജക്റ്റിൻ്റെ കോഡ് ഉണ്ടാവും നമ്മുടെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. ജസ്റ്റും കാണിക്കാം. അപ്പോൾ നമുക്കിവിടെ പ്രൊജക്റ്റ് കോഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നില്ല. ഇതുവരുടെ ഒരു കോമൺ ഫോം തന്നെയാണ് നമുക്ക്. അപ്പോൾ എന്ത് ചെയ്താന്ന് വെച്ചാൽ ഈ പ്രൊജക്റ്റ് കോഡ് എന്നുള്ളത് നിങ്ങൾ സീരിയൽ നമ്പർ കൊടുത്താൽ മതി. അതായത് ഏത് പൊസിഷനിലേക്കാണ് നിങ്ങൾ കൊടുക്കുന്നത് വെച്ചാൽ സീരിയൽ നമ്പറാണ് കേട്ടോ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ചെയ്താൽ മതി നമുക്ക്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബാക്കിയൊക്കെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, അഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ എന്താണ് ഈ പറയുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഇതാ അവിടെ നിങ്ങൾക്ക് സീരിയൽ നമ്പർ 1 മുതൽ SSLC മുതൽ അങ്ങനെ ഓർഡറിൽ അങ്ങനെ ചെയ്താൽ മതി. പെർസെൻറ്റേജ് ഓഫ് മാർക്ക്, ഇയർ ഓഫ് പാസിംഗ് ഇതൊക്കെ കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി. വളരെ സിമ്പിളായിട്ടുള്ള ഫോമാണ്. ഡേറ്റ്, സിഗ്നേച്ചർ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഫോമായിട്ട് ഫില്ല് ചെയ്ത ഫോമായിട്ടാണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അഡ്രസ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, തമിഴ്നാടാണ്, ചെന്നൈയിലാണ്. ഓക്കെ, അതിൻ്റെ പിൻകോഡ് സൈതുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താലേ അതിൻ്റെ അഡ്രസ്സും കിട്ടും കേട്ടോ. സ്ഥലത്തിൻ്റെ ജസ്റ്റ് ഗൂഗിൾ മാപ്പ് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ പോകാവുന്നതാണ് താല്പര്യം ഉണ്ടെങ്കിൽ. ഓക്കെ, പോകേണ്ട ഡേറ്റ് 12/6/2024 എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയറക്റ്റായിട്ട് പോകേണ്ടത്. അല്ലാതെ നമ്മൾ അതായത് ഡയറക്റ്റ് വോക്ക് ഇൻ സെലക്ഷൻ എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ്. അല്ലാതെ നമ്മൾ അതിന് മുൻപായിട്ട് ഫോം ഒന്ന് അപ്ലൈ ചെയ്യേണ്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റുകളൊക്കെ ഓർത്ത് വെക്കുക. അത് നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.